ഹായ്, ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് റിയാലിറ്റികളാണ്. അതായത് എപ്പോഴും റിയാലിറ്റികൾ, അതായത് യാഥാർത്ഥ ജീവിതത്തിൽ നിന്ന് സംസാരിക്കുകയാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത്. കാരണം നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളെ മാന്ത്രികമായി ഒരു മായാലോകത്തേക്ക് കൊണ്ടുപോകും. അതായത് എന്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും, എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ കഴിയും, ആഗ്രഹങ്ങൾക്കൊന്നും ഒരു പരിധിയില്ല, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? റിയാലിറ്റി എന്താണ് ശരിക്കും റിയാലിറ്റിയിൽ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴും അഫർമേഷൻ പറയുമ്പോഴും അതിനുള്ള സാഹചര്യം വരുന്നുണ്ട്. അതൊരു റിയാലിറ്റി തന്നെയാണ്, ഒരു സംശയവുമില്ല. നമ്മൾ ഈ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന അത്രത്തോളം ബെനിഫിറ്റ് നമ്മുടെ ലൈഫിൽ വരുന്നുണ്ട്. അതുപോലെ അഫർമേഷൻ പറയുമ്പോൾ സാഹചര്യം ഒരുങ്ങുന്നുണ്ട്, അതൊക്കെ സത്യമാണ്. പിന്നെ അതുപോലെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവാൻ വേണ്ടി നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കുന്നു, പിന്നെ മാപ്പ് കൊടുക്കേണ്ടവിടെ നമ്മൾ മാപ്പ് കൊടുക്കുന്നു. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും പലപ്പോഴും പഴയൊരവസ്ഥ, അതായത് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതിന് മുൻപേ നമ്മളെ അവസ്ഥ എങ്ങനെയായിരിക്കും? കുറച്ചൊരു ഭയങ്കര ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് അത്ര പോലും ഭയങ്കര മാനസികമായി തകർന്ന ഒരവസ്ഥയിലായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈ ജീവിതം എന്തിന്, അല്ലെങ്കിൽ ഈ ജന്മം എൻ്റെ പോലെ അല്ലല്ലോ മറ്റുള്ളവർ, അവരൊക്കെ നല്ല സൂപ്പറായിട്ട് ജീവിക്കുന്നില്ല, എനിക്കിങ്ങനെ സംഭവിക്കുന്നല്ലോ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ പരാജയം, അങ്ങനെയൊക്കെ ചിന്തിച്ച് പോയ കാലങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കുന്നു, എനിക്കൊരു ഉന്നതി ഇല്ലല്ലോ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ കയ്യിൽ ഒന്നും വരുന്നില്ലല്ലോ, നമുക്കൊരു അസൂയ മൈൻഡും, പിന്നെ അതുപോലെ മറ്റുള്ളവരോടുള്ള ഇറിറ്റേഷനും, പിന്നെ ഓരോരുത്തർ നമ്മളോട് ഇങ്ങനെ നമ്മളൊരു വിലയില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത്, നമുക്ക് എന്താണ് ഇങ്ങനെ വരുന്ന ആ ഒരു ലൈഫിലായിരിക്കും നമ്മൾ കടന്നു പോയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷന് നമ്മൾ മാറി നമ്മൾ പുതിയൊരു ജീവിതം തിരഞ്ഞെടുക്കുകയാണ് ഈ പ്രാക്ടീസിലൂടെ. അപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, അഫർമേഷൻ പറയുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, എല്ലാ പ്രാക്ടീസും നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുമ്പോഴും നമ്മളൊരു കാര്യം തിരിച്ചറിയേണ്ടത് വളരെ ഒരു റിയാലിറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതായത് നമ്മളൊരു കാര്യം അറിയണം, എന്തുകൊണ്ടാണ് എല്ലാവരും ഒരുപോലെയല്ല ഈ ലോകത്ത് ജീവിക്കുന്നത് എന്നുള്ള സത്യം. അതെപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം. കാരണം ഒരാൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല വേറൊരാൾ ജീവിക്കുന്നത്. കുട്ടിക്കാലം മുതലേ, അതായത് നമ്മൾ ചെറിയ പ്രായത്തിൽ മുതലേ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന പല പല സംഘർഷങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ നമ്മുടെ ഉപബോധ മനസ്സ് ക്യാച്ച് ചെയ്ത് നമ്മൾ വളർന്ന് വലുതാകുമ്പോഴും അത് നമ്മെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മളിതിൽ നിന്നൊരു വിടുതൽ വേണം, ഒരു മോചനം നമുക്ക് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ പല പ്രാക്ടീസുകളിലേക്കും കടക്കുന്നതും നമുക്കവിടെ ഒരു വിജയം, ചെറിയ ചെറിയ വിജയങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് നാം എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും വേണം. മറ്റുള്ളവരെ പോലൊന്നും വ്യത്യസ്തമായി എൻ്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനെയൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പം ഭയങ്കര മറ്റുള്ളവരൊന്നും കൂടുതൽ വിഷമഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയ വ്യക്തികളായിരിക്കും. ചൈൽഡ്ഹുഡിൽ പല വിഷമങ്ങളും അനുഭവിച്ചവരായിരിക്കും. അപ്പോൾ ഈ ഒരു വിഷമത്തിലാണ് ഞാൻ കരകയറി ഇത്രയെങ്കിലും എനിക്ക് എത്താൻ സാധിച്ചില്ലേ, അതിന് നമ്മൾ ബ്ലെസ്ഡ് ആണ്. കാരണം നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നമ്മൾ ഇത്രയെങ്കിലും നമ്മുടെ ലെവല് ഹൈ ആവുന്നുണ്ട് നമ്മളറിയാതെ, ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴും അഫർമേഷൻ പറയുമ്പോഴൊക്കെ. അതുപോലെ നമ്മളെ മൈൻഡ് ക്ലീൻ ആക്കും കൂടെ വേണം കേട്ടോ. അതിനുള്ള പ്രോസസ്സൊക്കെ നമുക്കറിയാമല്ലോ. ഫർഗീവ്നെസ് കൊടുക്കുക, ക്ഷമിക്കേണ്ട സ്ഥലത്ത് ക്ഷമിച്ചു കൊടുക്കുക, താഴ്മയുള്ളടത്ത് താഴ്ത്തു തന്നെ നിന്ന് കൊടുക്കുക, അഹങ്കാരം കാണിക്കാതിരിക്കുക, അല്ലേ? അതൊക്കെ ഒരു പ്രാപഞ്ചിക നിയമം തന്നെയാണ്. പിന്നെ അതേപോലെ നമ്മൾ മനഃപൂർവ്വം മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, കുറ്റം പറയാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓൾറെഡി എന്താണ്, നമുക്ക് നമ്മുടേതായ ഒരു ഹാപ്പിനെസ് ഒക്കെ വരും. എന്നിരുന്നാലും ചില കാര്യങ്ങൾ വരുമ്പോൾ നാം വീണ്ടും ഒറ്റപ്പെട്ട അവസ്ഥയിലേക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ പൂർണ്ണമായും നമ്മൾ മാറി പുതിയൊരാളായി എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കരകയറി വന്ന് എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെയോ ആയിത്തീരും, എല്ലാ ആഗ്രഹങ്ങളും നേടി, അങ്ങനെയുള്ളൊരു ലൈഫ് കിട്ടുമോ എന്ന് വെച്ചാൽ അതിനൊരു സമയമൊക്കെ എടുക്കും, കുറച്ചങ്ങോട്ട് കഴിയും. പക്ഷേ നമ്മുടെ ഹാപ്പിനെസ്സിൽ നമ്മൾ നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. എപ്പോഴും ഇതിനൊക്കെ മറികടക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മോട്ടിവേഷൻ വീഡിയോസ് ഇരുന്ന് കാണുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഈ മോട്ടിവേഷൻ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു തിരിച്ചറിവുണ്ടാവും. എൻ്റെ എന്നല്ല, എല്ലാവരെയും ആരൊക്കെ മോട്ടിവേഷൻ വീഡിയോസ് ഇടുന്നുണ്ട് എല്ലാം കാണുക, എല്ലാം കണ്ട് നമുക്ക് എന്താണോ ക്ലിയറായി മനസ്സിലാകുന്നത് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. വീണ്ടും നമ്മൾ ആ പഴയ ഒരു വ്യക്തിയുണ്ട്, നമ്മൾ ഇന്നിപ്പോൾ പുതിയൊരു വ്യക്തിയാണ് നമ്മൾ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ പഴയ ഒരു വ്യക്തിയിലേക്ക് തിരിച്ച് പോവാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം.
അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മളെ മൈൻഡ് ആകെ കൂടെ പിന്നെ നമുക്ക് വേറെ രക്ഷയില്ല. ഈ പ്രാക്ടീസ് ഒന്നും ചെയ്തില്ല ഒരു കാര്യമില്ല. ഈ പ്രാക്ടീസിലൊന്നും ഒരു കാര്യമില്ല. വീണ്ടും ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, മറ്റുള്ളവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ചിന്തയൊക്കെ നമുക്ക് വരും. പല കാര്യങ്ങളും ഇതിലുണ്ട്. കാരണം ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു കാർമിക് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്. ചില വ്യക്തികൾ ചില കർമ്മങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും ലൈഫിൽ. അപ്പം അത് കർമ്മങ്ങൾ നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. ആ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകാനും അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരുമ്പോൾ കുഴപ്പമില്ല, ഒരാശ്വാസം കിട്ടും. കാർമിക്കാണ് എന്നെ അപ്പം മനസ്സിലാവുന്നത് എന്താ, എനിക്ക് കാർമിക്കാണ്, എൻ്റെ ലൈഫ് കാർമിക്കായിരിക്കാം, അതുകൊണ്ടായിരിക്കും ഞാനിതൊക്കെ ഈ വ്യക്തിയിൽ നിന്നും അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തികളിൽ നിന്നും അനുഭവിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ, അതായത് പാസ്റ്റ് ലൈഫിനെ പറ്റിയിട്ട് എത്ര ആൾക്ക് വിശ്വാസം ഉണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം പാസ്റ്റ് ലൈഫിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം പാസ്റ്റ് ലൈഫ് വേറൊന്നും നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ കുഞ്ഞുനാൾ മുതലേ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ജനിക്കുന്നത്? ഒന്നുമല്ല അല്ലേ. നമ്മൾ എന്തുകൊണ്ട് അവിടെ പോയി ജനിച്ചു, എന്തുകൊണ്ട് നമുക്ക് പ്രൗഢിയും ഗംഭീര്യമൊക്കെ ഉള്ള നല്ലൊരു തറവാട്ടിൽ നമ്മൾ പോയി ജനിച്ചില്ല? ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ട് ഒരു വ്യക്തി ആ ഒരു ചെറ്റക്കുടലിൽ അച്ഛനും അമ്മയ്ക്കും കഴിവില്ലാത്തൊരു വീട്ടിൽ ജനിക്കുന്നു? അതുപോലെ തന്നെ വേറൊരു കുഞ്ഞ് നല്ല സ്വർഗത്തിലെന്ന പോലെയുള്ള വീടുകളിൽ ജനിക്കുന്നത്? എന്തുകൊണ്ട് അങ്ങനെ വ്യത്യാസം വരുന്നത്? അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ചിന്ത നമുക്ക് പല പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ ഉത്തരം തേടി അറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പാസ്റ്റ് ലൈഫിലുള്ള ചില കാര്യങ്ങളായിരിക്കണം എന്നുള്ളത്. പാസ്റ്റ് ലൈഫിനെ പറ്റി ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ചിലതൊന്നും നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ സാധിക്കുകയുമില്ല. പലരും പറയാറുണ്ട് പാസ്റ്റ് ലൈഫൊന്നുമില്ല, ഇപ്പോഴത്തെ ജീവിതം, ഇന്നിപ്പോൾ എന്താണോ അതൊക്കെ സത്യമാണ്. ഇന്നിപ്പോൾ എന്താണോ അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചു പോയാൽ മതി, പാസ്റ്റ് ഒന്നും നോക്കണ്ട. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും പ്രാക്ടീസിലേക്കൊക്കെ എത്തി നമുക്കൊരു നല്ലൊരു മാറ്റമൊക്കെ വന്ന് തുടങ്ങി നല്ലൊരു ലെവലിൽ എത്തുമ്പോഴേക്കും വീണ്ടും നമ്മുടെ ലൈഫിൽ പ്രയാസങ്ങൾ വരിക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി, എൻ്റെ കാർമിക്ക് തീരാനായിക്കൊണ്ടിരിക്കുക, അപ്പം കുറച്ചും കൂടെ ഉണ്ടാവും ചിലപ്പോൾ തീരാൻ. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ എന്ന് കരുതി നമ്മളതിൽ പെട്ടുപോകരുത്. ഞാനതാ പറയുന്നത്, അതിൽ പെട്ടുപോയി നമ്മളവിടെ അങ്ങനെ വേദനിക്കരുത്. വീണ്ടും അതിലേക്ക് തന്നെ മടങ്ങി വരിക. വീണ്ടും നമ്മുടെ പ്രാക്ടീസിലേക്ക് തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനൊക്കെ പറയുക, നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുക. കാരണം ദൈവത്തിന് ആരോടും പക്ഷഭേദമല്ല. നമ്മുടെ ലൈഫ് ഇങ്ങനെയാകാനുള്ള ഒരേ ഒരു കാരണം നമ്മൾ തന്നെയാണ്, ദൈവമല്ല. ചിലർ പറയാറുണ്ട് ആത്മഹത്യ ചെയ്യണം എന്നുള്ളത് ദൈവം തീരുമാനിച്ചതായിരിക്കും അല്ലേ. ഏതോ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തിരിക്കുക, അത് ദൈവം തീരുമാനിച്ചാണ്. ദൈവത്തിനെ കുറ്റം പറയുകയാണ് ആൾക്കാരുണ്ട്. ദൈവത്തിന് ഒരു പങ്കുമില്ല. ആത്മഹത്യ ചെയ്യുന്നത് തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്. അവർ പല കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടി അവരുടെ ലൈഫ് അങ്ങനെ ആക്കി തീർത്തതും അവർ തന്നെ. സാഹചര്യങ്ങൾ, ചുറ്റിലുള്ള വ്യക്തികളുടെ പെരുമാറ്റങ്ങളായിരിക്കാം, ചിലപ്പം ഓരോരോ പ്രവർത്തനങ്ങളൊക്കെ എല്ലാം ആയിരിക്കും, എല്ലാ ഘടകവും ഉണ്ടായില്ലേ. പക്ഷേ ദൈവത്തിനല്ലേ യാതൊരു പങ്കുമില്ല. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ നല്ല രീതിയിൽ നല്ല സന്തോഷത്തിലും സമാധാനം ജീവിക്കാനാണ്. പിന്നെ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാൻ ഈ ലൈഫിൽ ചിലപ്പോൾ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മളത് ചെയ്യുക. അത്രയും ചിന്തിച്ചാൽ മാത്രം മതി എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും എന്ന് കരുതി നമ്മളിങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ കിടന്ന് എല്ലാം ചെയ്യുന്നു, ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. ഇതിലൊന്നും ഒരു കാര്യമല്ല, ഉള്ള റിയാലിറ്റി വെച്ച് അങ്ങനെ ജീവിച്ചു പോവുക, എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരു നിമിഷം മനസ്സ് അങ്ങോട്ട് ഡൈവേർട്ടായി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, പ്രാക്ടീസൊക്കെ അവിടെ വെച്ചിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു വിഷാദത്തിലേക്ക് പോകും. അപ്പം അങ്ങനെ പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക, നമ്മളെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഉപബോധ മനസ്സിനെ ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ വെക്കണം. ഉപബോധ മനസ്സിന് നല്ലതേതാണോ ചീത്തതേതാണോ തിരിച്ചറിയാനുള്ള കഴിവില്ല, അതൊരു സത്യമാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഉണർന്ന് എണീക്കുമ്പം ഒരു 5 മണിക്കൊക്കെ എണീക്കുന്ന ആളെ സംബന്ധിച്ച് നല്ല ഉറങ്ങാനുള്ള ആഗ്രഹമായിരിക്കും. അപ്പം നമ്മൾ ഉണർന്ന സമയത്ത് നല്ല ആ ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു പിച്ച് മാറുന്ന ആ ഒരു ടൈമില്ലേ, അതായത് ഉണർവിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് അഫർമേഷൻ പറയാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടതായ അഫർമേഷൻ പെട്ടെന്ന് ലഭിക്കാനുള്ള അഫർമേഷൻ കണ്ടിന്യൂസ്ലി നിങ്ങൾ മനഃപൂർവ്വം തിരഞ്ഞെടുത്ത് പറയുക. അതിന് ഭയങ്കര പവറാണ്. കാരണം ബോധ മനസ്സ് പെട്ടെന്നത് ക്യാച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ കുറച്ച് മണി അഫർമേഷനൊക്കെ കൂടുതൽ പറയുന്നതായിരിക്കും നല്ലത്. കാരണം പണം നമുക്ക് ഏറ്റവും വലിയ അത്യാവശ്യമായ ഘടകമാണല്ലേ. പണമില്ലാതെ നമ്മൾ എന്തെങ്കിലും കാര്യം നടക്കുമോ? എന്തിനും ഏതിനും പണം വേണമല്ലേ. ഓക്കെ, അപ്പം കുറച്ച് മണി അഫർമേഷൻ ആ സമയത്ത് ഇങ്ങനെ പറയുക എന്നുള്ളതാണ്.
പിന്നെ അതുപോലെ നമ്മൾ പല മോട്ടിവേഷൻ വീഡിയോസ് കാണുമ്പം അതിൽ പല പല ടെക്നിക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. എല്ലാം വിശ്വാസത്തോടുകൂടെ ചെയ്യുക എന്നതാണ്. ഒന്നിനും തള്ളി പറയാതിരിക്കുക. നമുക്കത് ലഭിച്ചില്ല എന്ന് കരുതി മറ്റൊന്നിനെ നമ്മൾ തള്ളി പറയാതിരിക്കുക. ഒന്നിനെയും തള്ളാനും തള്ളി പറയാനുള്ള യോഗ്യത നമുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മളത് പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയില്ല അങ്ങനെയില്ല, നമുക്കത് പറ്റില്ലല്ലോ. നമ്മൾ വെറുതെ തള്ളിപ്പറയാം ഇങ്ങനെയൊരു കാര്യങ്ങൾ സംഭവിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ എപ്പോഴും റീപ്രോഗ്രാമിങ് ചെയ്തുകൊണ്ടേയിരിക്കും. റീപ്രോഗ്രാമിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും എന്ത് തളർച്ച വന്നാലും അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് വന്ന മാറ്റങ്ങൾ, നിങ്ങൾ എന്നെ കാണുന്നത് തന്നെ എൻ്റെ മാറ്റങ്ങളാണ്. കാരണം ഞാൻ എന്തൊക്കെ അഫർമേഷൻ പറഞ്ഞു എൻ്റെ ലൈഫിൽ അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞത് കുറേ മുന്നെയാണ്, ഒരു 5-6 മാസങ്ങൾക്ക് മുന്നേ ആണെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ്. കാരണം അതിനൊരു സമയം കൊടുക്കണം. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നവരായിരിക്കണം, അഫർമേഷൻ പറയുന്നവരായിരിക്കണം. അതിൻ്റെ ഒരു മാറ്റമൊക്കെ വരുമ്പോൾ നമ്മുടെ മൈൻഡിൻ്റെ പവറിനനുസരിച്ച്, ഹാപ്പിനെസ്സിനനുസരിച്ച് നമ്മുടെ ലൈഫിലേക്ക് അതിങ്ങനെ വന്നോളും. പതിയെ പതിയെ വന്നോളും. അതിനൊക്കെ ഒരു സമയമൊക്കെ കൊടുക്കണം. ഇതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ അതവിടെ ഇടരുത്. പിന്നെ അതുപോലെ സമയം കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സമയത്തിന് ഭയങ്കര വാല്യൂ ഉണ്ട് നമ്മുടെ ലൈഫിൽ. അപ്പോൾ നമ്മൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു. ഇപ്പോൾ വേഗത്തിൽ നമ്മളെ കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി വെക്കുക. അന്നുള്ള സംഭവങ്ങൾ എഴുതി വെക്കുക. സ്ക്രിപ്റ്റിംഗ് ഒക്കെ തയ്യാറാക്കേണ്ട വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റിംഗ് തയ്യാറാക്കുക. എന്നിട്ട് വേണ്ടതായ കാര്യങ്ങൾ എഴുതി വെക്കുക. മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്യുക. വേണ്ടതായ കാര്യങ്ങൾ പറയുക. എനിക്ക് ദൂരേക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതായത് ഷോർട്ട് സൈറ്റ് അല്ലേ, ലോങ് സൈറ്റ്. ഓക്കെ. അപ്പം ദൂരേക്ക് കാണുക എന്ന് പറയുമ്പം എനിക്ക് ഷോർട്ട് സൈറ്റാണ്. അതായത് അടുത്തുനിന്ന് കാണാൻ പറ്റില്ല. കണ്ണട ഉപയോഗിക്കണമായിരുന്നു. വായിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ പ്രോബ്ലം കേട്ടോ. അല്ലാതെ വേറൊരു പ്രോബ്ലം ഇല്ല. അത് ഏജിൻ്റെ ഇതാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഏജിൻ്റെ പ്രോബ്ലം കൊണ്ട്, അതായത് നമുക്ക് വയസ്സ് കൂടുന്ന സമയത്ത് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പം കണ്ണട വെച്ചിട്ടായിരുന്നു ഞാൻ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യാതിരുന്നത്. അപ്പോൾ അടുത്തേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് മങ്ങലാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഓരോ വർഷം കൂടുന്തോറും കുറഞ്ഞ് ഇങ്ങനെ വരും. അപ്പോൾ അന്നേരം കണ്ണട ഉപയോഗിച്ചാൽ മതി എന്നാണ്. കണ്ണട അതേ സമയത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഷോർട്ട് സൈറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇതുള്ളതിനെ കൊണ്ട് ഞാൻ എഴുതുമ്പോൾ വായിക്കുമ്പോൾ ഒക്കെ കണ്ണട എടുത്ത് വെച്ചിട്ടായിരുന്നു എഴുതിയിരുന്നത്. ഒരു പ്രാവശ്യം ഞാൻ ഇതേപോലെ ഒരു എക്സാമിന് പോയ സമയത്ത് കണ്ണട ഇല്ലാതെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു മങ്ങലായിരുന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ എന്തൊക്കെയോ കണ്ണട എടുക്കാൻ മറന്നുപോയതിൻ്റെ. അഫർമേഷൻ പറയാൻ തുടങ്ങിയ ശേഷം കണ്ണട ഞാൻ വെക്കുന്നത് സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഇത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല. ഇപ്പോൾ കണ്ണട വെക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. കണ്ണടേൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഞാൻ എത്രയായി കണ്ണട ഞാൻ അലമാരയൊക്കെ എടുക്കുമ്പോഴാണ് നോക്കുന്നത്. ദൈവമേ, ഇത് വാങ്ങിക്കൊണ്ടുവച്ചിട്ട് എത്രയായി എന്നുള്ളത്. അത്രയ്ക്ക് പവറുണ്ട് അഫർമേഷന്. അപ്പോൾ നമ്മൾ വിശ്വാസത്തോടുകൂടെ അഫർമേഷൻ വരുമ്പോൾ സാഹചര്യം നമ്മുടെ ലൈഫിലേക്ക് വരും. എന്തും നമ്മൾ സ്മാർട്ടായിരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹമെങ്കിൽ ആ അഫർമേഷൻ നടക്കും. ഇൻ്റലിജൻ്റ് ആയിരിക്കണം, ആ അഫർമേഷൻ നടക്കും. അതുപോലെ എനിക്ക് ഇന്ന ആയി തീർന്നിരിക്കുന്നത് നന്ദി. ഇപ്പം നമുക്ക് എന്താണോ വേണ്ടത് അല്ലേ, അത് ആളായി മാറാനുള്ള സാഹചര്യം ഒരുങ്ങും. ചിലപ്പോൾ പ്രഷറായിരിക്കും മറ്റുള്ളവരുടെ ഭാഗത്ത് നമുക്ക് ഉണ്ടാവുക. നമ്മൾ മടി പിടിച്ചിരിക്കുകയായിരിക്കും. നമ്മൾ ആ അഫർമേഷനൊക്കെ പറഞ്ഞാൽ അവിടെ ഇടും. പക്ഷെ മറ്റുള്ളവരുടെ പ്രഷർ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നും, യെസ് ഇങ്ങനെ ആയ പോരാ, ഒന്ന് ജയിക്കണം. തോന്നിയില്ലേ? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു സ്റ്റാറ്റസ് നമുക്ക് വരില്ലേ? ഇങ്ങനെയാണ് അഫർമേഷൻ്റെ പവർ. അപ്പോൾ അഫർമേഷനൊന്നും വെറുതെയാണ്, അല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് പറയുന്നതിനോട് ഒരു യോജിപ്പും എനിക്കില്ല. നമ്മുടെ എന്ത് നമുക്ക് അഫർമേഷനായിട്ട് പറയാം. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. കാരണം ലൈഫിൽ പ്രോബ്ലംസ് വരും. നമുക്ക് പ്രോബ്ലംസ് വരില്ല എന്ന് ആർക്കെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഈ ലോ അട്രാക്ഷൻ ക്ലാസ് പങ്കെടുക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ലോ അട്രാക്ഷനൊക്കെ ചെയ്യൂ, പ്രാക്ടീസ് ചെയ്യൂ. നിങ്ങളെ ലൈഫിൽ ഒരു നെഗറ്റീവ്നെസ്സും വരില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മാത്രമേ മാറുന്നുള്ളൂ. ചുറ്റിലുള്ളവരെ നമുക്ക് മാറ്റാൻ നിങ്ങളെ വീട്ടിൽ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളെ കുടുംബത്തിൽ എത്ര പേർ ഈ ഒരു പാത്തിലേക്ക് വന്നിട്ടുണ്ട്? നിങ്ങൾ മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ. കൂടി വന്നാൽ നിങ്ങളെ വീട്ടിലെ 2 ആൾ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ. ആ ചുറ്റുവട്ടത്തിൽ ആരൊക്കെ വന്നിട്ടുണ്ടാവും? അപ്പം 100ൽ 2% ആൾക്കാരെ ഇതിലൊക്കെ അട്രാക്റ്റ് ആവുള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് കിട്ടുന്നത് വലിയൊരു കാര്യമാണ്. അങ്ങനെയുള്ള ആളുകളായിട്ട് കൂട്ടുകൂടാൻ ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ടിരിക്കുന്ന ആളുകളോട് സംസാരിക്കാൻ ശ്രദ്ധിക്കുക. ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും, അവരെ മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കുക. എന്ന് വെച്ചാൽ അവരുടെ വായിന്ന് അതേ വരൂ.
കാരണം ഒന്നുകിൽ നമ്മളെ ഈ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാതെ മതി. അപ്പം അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒഴിവാക്കുക. നമ്മളെ ആരെങ്കിലും മൈൻഡ് ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ ഉള്ള് അറിയുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മുടെ സത്യം തിരിച്ചറിയാൻ നമുക്ക് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും നമ്മുടെ ഉള്ളു തുറന്ന് ഹനുമാൻ ഇങ്ങനെ ഉള്ളു തുറന്ന് ഹൃദയം കാണിച്ചു കൊടുക്കുന്ന പോലെ, സീതാദേവിക്ക് കാണിച്ചു കൊടുക്കുന്നത് പോലെ നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോഴും ആൾക്കാരെന്താ പറയുക, ചെമ്പരത്തിപ്പൂവാന്നാ പറയാം. ശരിയല്ലേ? അപ്പോൾ ഒരിക്കലും ഉള്ളു തുറന്ന് നമുക്ക് കാണിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ മനസ്സിലാണല്ലേ നന്മയുണ്ടാവേണ്ടത്. എപ്പോഴും മോട്ടിവേഷൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, നമുക്ക് നല്ലൊരു പവർ വരും. അത് കേട്ടുകൊണ്ടിരിക്കുക. എത്ര സങ്കടം, എത്ര വിഷമങ്ങൾ ലൈഫിൽ വന്നാലും നമ്മൾ കുറേ ടൂളും ടെക്നിക്സുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതൊക്കെ അപ്ലൈ ചെയ്യുക. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണോ വേണ്ടത് മാനിഫെസ്റ്റ് ചെയ്യുക. പ്രകൃതിയായിട്ട് കൂടുതൽ ഇണങ്ങുക. പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യുക. ഒരു മരത്തിനോടൊക്കെ ഒന്ന് സംസാരിക്കുക. ഒരു മരമൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു പ്ലാവ് മരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ത് മരം ആയിക്കോട്ടെ, അതിനോടൊക്കെ ഒന്ന് സംസാരിക്കുക. ചെടികളോട് നമുക്ക് സംസാരിക്കുക. അതിന് കേൾക്കും നമ്മൾ പറയുന്നത്. അതിനോടൊക്കെ ഒന്ന് സംസാരിക്കുക. പ്രസൻ്റ് ആക്കിയിരിക്കുക. അതിനോടൊക്കെ ഒന്ന് പക്ഷികളോട് സംസാരിക്കുക. നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പാത്രത്തിൽ ഒരു ചിരട്ടയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടാത്തൊരു പാത്രത്തിലോ കുറച്ച് വെള്ളം എടുത്തിട്ട് നിങ്ങളെ വീടിൻ്റെ മുറ്റത്ത് വെക്കുക. കിളികൾക്ക് കുടിക്കാൻ. ഇത് നല്ലൊരു പ്രവൃത്തിയാണ് കേട്ടോ. അവർക്ക് പുഴയും പിന്നെ നമ്മളെ വീട്ടിലുള്ള ഏതെങ്കിലും ഒഴിവാക്കി കിടക്കുന്ന പാട്ടയിലുള്ള വെള്ളവും ഒക്കെ കിട്ടും. അവരെയും ഭൂമിയിലെ ദൈവം പോറ്റുന്നുണ്ട്. പക്ഷേ അതല്ല, നമ്മൾ കൊടുക്കേണ്ടതായ ചില കാര്യങ്ങളാണത്. അങ്ങനെ വെള്ളം എടുത്ത് നമ്മൾ കൊടുക്കുമ്പോൾ ആ ദാഹം നമ്മൾ അകറ്റല്ലേ, ഒരു പുണ്യമാണ്. ഓക്കെ. അപ്പം നിങ്ങൾ കിളികൾക്ക്, അങ്ങനെ നിങ്ങളെ വീട്ടിൽ വരുന്ന അണ്ണാനോ കിളിയോ എന്തായാലും ഉണ്ടാവാതിരിക്കില്ലല്ലോ. അപ്പം ടെറസിൻ്റെ മുകളിലോ കുറച്ചൊരു പാത്രത്തിലൊരു വെള്ളം അവർ കുടിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. പിന്നെ അതേപോലെ പ്രപഞ്ചത്തോട് നമുക്ക് സംസാരിക്കാം. നമുക്ക് മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കെട്ടിപ്പിടിച്ച് നമുക്കൊന്ന് ഹഗ് ചെയ്യുക, ഇത് സംസാരിക്കുക. ആൾക്കാർ വിചാരിക്കും, പെട്ടെന്ന് ആരെയും കണ്ടാൽ വിചാരിക്കും വെക്കുന്ന വട്ടുപിടിച്ചോ. ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഹഗ് ചെയ്യുക, അതിനോട് സംസാരിച്ചാൽ പോലും അത് കേൾക്കും. ഒരു ചെടി നടുന്ന സമയത്ത് അതിനോട് പൂവിടണം, പൂ കായ്ക്കാത്തൊരു, തീരെ കായ്ക്കാത്തല്ല, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കായ്ക്കാത്തൊരു ചെടിയെ നോക്കി നമ്മൾ അതിനോട് പൂവിടണം എന്ന് പറഞ്ഞാൽ പോലും അതിന് പൂവിടും. അത്രയും പവർഫുള്ളാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുക. പ്രകൃതിയോട് കൂടുതൽ അടുക്കുക. പ്രപഞ്ചത്തിലേക്കൊന്ന് നോക്കുക. നക്ഷത്രങ്ങളോട് സംസാരിക്കുക. സൂര്യനോട് അധികം നോക്കാൻ നിൽക്കണ്ട, കണ്ണ് പോയിപ്പോ. ജസ്റ്റ് ഒന്ന് നോക്കി. ചന്ദ്രനോട് സംസാരിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് പറയുക. മൂൺ മാനിഫെസ്റ്റേഷനൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് പറയുക. പ്രപഞ്ചത്തോട് കൂടുതൽ അടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ നിലനിർത്തുക. ഹാപ്പിനെസ് നിലനിർത്തിയ വൈബ്രേഷൻ ഹൈ ആക്കിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മിലേക്ക് വരും. അതെങ്ങനെ നമ്മൾ എഴുതി വെച്ചതായ കാര്യങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലൊരു ഹാപ്പിനെസ്, നമ്മൾ ആഗ്രഹിച്ച പോലെ നമുക്ക് ജീവിക്കാനൊക്കെ സാധിക്കും. കുറച്ച് സമയമൊക്കെ കൊടുക്കണമെന്നേ ഉള്ളൂ. അതിന് പിറകെ പോയി വരുന്നില്ലല്ലോ. പിന്നെ ഈ നെഗറ്റീവ് സിറ്റുവേഷൻസ് വരുമ്പോൾ ചില വ്യക്തികൾ നമ്മളിങ്ങനെ ഹറാസ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അവരുടെ മനസ്സ് ഒരാളെ മാറ്റാൻ നമുക്ക് സാധിക്കില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. അത് അവർ തന്നെ വിചാരിക്കണം. അപ്പോൾ നമ്മൾ അഫർമേഷൻ എഴുതി വെക്കുക. അവർക്കൊരു മാറ്റം ഉണ്ടാവും. പക്ഷേ ഇത്തിരി സമയം നമ്മൾ കൊടുക്കണം. കുറച്ച് ക്ഷമയും നമുക്ക് വേണം. അവിടെ തെറ്റിപ്പറഞ്ഞ് പിടിച്ച് വഴക്കായി വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകാതെ സൈലൻസ് കീപ്പ് ചെയ്യേണ്ടടുത്ത് സൈലൻസ്. നമ്മൾ സൈലൻസ് പറയേണ്ടടുത്ത് സൈലൻസ് പറയാം. ഓക്കെ. വെറുതെ നമ്മൾ അവിടെ കിടന്നിങ്ങനെ വീണ്ടും ഞാനിതെല്ലാം ചെയ്യുന്നു, എന്നിട്ടും എൻ്റെ ലൈഫിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിരിക്കണം. കാർമിക് റിലേഷൻഷിപ്പായിരിക്കാം അത്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുക. അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി. പാസ്റ്റ് ലൈഫിൽ കുറച്ച് കാര്യങ്ങളുണ്ടാവും. അത് ജന്മം ചിലപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ലൈഫ് ടൈം തീരുമ്പോൾ അതങ്ങ് കഴിയുമായിരിക്കും, കുഴപ്പമില്ല. പക്ഷേ എന്നും ഒരേപോലെ അല്ലല്ലോ. ചില ദിവസങ്ങളിലെ ഒരു മൂഡ് ഓഫ് അല്ലേ ഉണ്ടാവുക. ചില ദിവസം നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ നമ്മൾ വീട് പോകരുതെന്ന് ഞാൻ പറയുന്നത്. അവിടെ നമ്മൾ എഴുന്നേറ്റ് വന്ന് നമ്മൾ ഈ പ്രാക്ടീസുകളൊക്കെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് എന്താണോ വേണ്ടത്, നമ്മൾ എങ്ങനെയാണോ തീരേണ്ടത് നമ്മൾ പറഞ്ഞത്, അതുപോലെ നമ്മുടെ ലൈഫ് കൊണ്ടുപോകും. നെഗറ്റീവും പോസിറ്റീവ് സിറ്റുവേഷനും ഒക്കെ നമ്മൾ തരണം ചെയ്യേണ്ടി വരും. അപ്പോൾ ബോധ മനസ്സിൻ്റെ ആ പവർ എപ്പോഴും മനസ്സിൽ ഓർക്കുക. എൻ്റെ ബോധ മനസ്സിന് പവറുണ്ട്. അതായത് ഇപ്പം എല്ലാവരും സമന്മാരാ. അതായത് ഞാനും നിങ്ങളും എപ്പോഴും ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്,
നമ്മൾ ഏതൊരു വ്യക്തി എടുത്ത് നോക്കുകയാണെങ്കിലും പദവി ഉണ്ടാവും, അവർക്ക് പ്രശസ്തിയും ഉണ്ടാവും, പക്ഷെ അവരിലുള്ളത് ശക്തിയും നിങ്ങളിലുള്ള ശക്തിയും ഒന്ന് തന്നെ. എപ്പോഴും അത് ഓർമ്മ വേണം. നമുക്ക് ഓരോ അടിയും നമുക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു പവർ നമുക്ക് കിട്ടും. പിന്നെ കറക്റ്റ് സമയം നമ്മൾ കൊടുക്കുക എല്ലാത്തിനും. പിന്നെ അതേപോലെ പാസ്റ്റിനെ കുറിച്ച് അധികം ഓർക്കാതിരിക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു പോയി. ആ സമയം ഒരു കണക്കിന് നന്നായി, എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ മാറാൻ എനിക്ക് സാധിച്ചല്ലോ, താങ്ക് യു. പാസ്റ്റിൽ ഉണ്ടായ സംഭവങ്ങൾക്കൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അപ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും. നന്ദി നന്ദി നന്ദി, താങ്ക് യു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടൊരു ഫീലിംഗ് കിട്ടിങ്ങനെ എഴുതുക. ഐ ആം ലക്കി, ഞാൻ ഭാഗ്യവതിയാണ്, ഭാഗ്യവാനാണ്. കാരണം ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചേഞ്ച് ആകാൻ കഴിയുന്നത്. എപ്പോഴും മനസ്സിനെ ബ്രഷപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അഫർമേഷൻ പറയുക, മെഡിറ്റേഷൻ ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക. നമ്മെ തന്നെ, അത് സ്വാർത്ഥതയോടെ കൂടെ നമ്മെ സ്നേഹിക്കരുത് കേട്ടോ. സെൽഫ് ലവിൻ്റെ പേരിൽ സ്വാർത്ഥത എന്നുള്ളൊരു അംശം വരുന്നില്ല. അത് സ്വയം സ്നേഹിക്കാനും ഒന്ന് നമ്മളെ ബിൽഡപ്പ് ചെയ്യാനും നമ്മുടെ കോൺഫിഡൻറ്റ് വർദ്ധിപ്പിക്കാനും മാത്രമാണ് സഹായിക്കുന്നത്. അല്ലാതെ നമ്മൾ സ്വാർത്ഥതയുടെ പേരിൽ എന്നെ തന്നെ സ്നേഹിച്ച് എൻ്റെ കുടുംബത്തിനെ മാത്രം നോക്കി, എൻ്റെ മക്കളെ മാത്രം നോക്കി, എനിക്കെല്ലാം, അങ്ങനെയുള്ളൊരു ചിന്തയല്ല പറയുന്നത്. അൺകണ്ടീഷണൽ ലവ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കാതെങ്കിലും ഇരിക്കുക. അൺകണ്ടീഷണൽ ലവ് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുകയില്ല. ഒന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ വെറുതെ നമ്മൾ ഒരാളെ പോയിട്ട് വെറുതെ ഇങ്ങനെ സഹായിച്ച് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ആ വ്യക്തിയെ സഹായിക്കുന്ന സമയത്ത് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ആദ്യമേ ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നൊരു ചിന്ത മനസ്സിൽ വെച്ചാൽ മതി, കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. എപ്പോഴും ഹാപ്പിനെസ്. 1-2 ദിവസം നമ്മൾ നെഗറ്റീവ് സിറ്റുവേഷൻ തരണം ചെയ്ത് 4ാമത്തെ ദിവസം വീണ്ടും എഴുതുക, അഫർമേഷൻ എഴുതുക, പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപടി മാറ്റം വരുവാനും പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുവാനും നമുക്ക് സാധിക്കും. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. താങ്ക് യു.